പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. മഴയുണ്ട്, ശക്തമായ മഴയാണ്. ഇന്നലെ ഒരു ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് അതിനും അപ്പുറത്തേക്ക് മഴ വീണ്ടും തിരിച്ചെത്തുകയാണ്. മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ജാഗ്രത തന്നെയാണ് വേണ്ടത്. ആരോഗ്യ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ വേണം. ഇനി മഴക്കാലമാണ്, മഴക്കാല രോഗങ്ങൾ പടരുന്ന സമയമാണ്. അപ്പോൾ ആ തരത്തിലും ഒരു ശ്രദ്ധ വേണം. പക്ഷേ അതിനൊക്കെ ഇടയിലും നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലേക്ക് നോക്കിയാണ്. നിലമ്പൂരിൽ ഇന്നും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാവുന്നത് PV അൻവർ എന്ന ഒരാളെ ചുറ്റിപ്പറ്റിയാണ്. എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്നുള്ള വാർത്തകൾ എന്നൊക്കെ അറിയാം. അമേരിക്കയിൽ വലിയ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപിന് നേർക്ക് ഫെഡറൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ നോക്കിയ ശേഷം. നിലമ്പൂർ രാഷ്ട്രീയം ഇന്നും PV അൻവറിന് ചുറ്റും. അൻവറിന് മുന്നിൽ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന മാർഗം മാത്രം. അനുകൂല നിലപാട് അറിയിച്ചാൽ മുന്നണിയുടെ വാതിൽ തുറക്കും. PV അൻവറിനെ അനുകൂലിച്ചു മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡുകൾ. കൺഫ്യൂഷൻ തീരാതെ ഇടത് ക്യാമ്പ്. പ്രഥമ പരിഗണന സ്വരാജിനും ഷെറോണ റോയിക്കും. യു ഷറഫലിയും തോമസ് മാത്യുവും ആലോചനയിൽ. പാർട്ടി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി വേണമെന്ന് അണികൾ. നേതൃത്വത്തിന്റെ മനസ്സിൽ സ്വതന്ത്ര പരീക്ഷണവും. PV അൻവറിന്റെ നീക്കങ്ങളും ഇടതു തീരുമാനത്തെ സ്വാധീനിക്കും. തരൂർ വിമർശനം നിർത്താതെ കോൺഗ്രസ്. അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തിയെന്ന പരാമർശത്തിൽ വിയോജിപ്പ് പരസ്യമാക്കി പവൻ ഖേരയും ഉദിത് രാജയും. തരൂരിനെ BJP സൂപ്പർ വക്താവാക്കണമെന്ന് പരിഹാസം. മുങ്ങിയ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തിരുവനന്തപുരം പെരുമാതുറ തീരത്ത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പരന്ന നിലയിൽ. വലിയ തുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും. തീരദേശവാസികൾ ആശങ്കയിൽ. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം തുടരും. ഇടുക്കിയിൽ പല ഭാഗത്തും കറന്റ് ഇല്ലാതായിട്ട് 4 ദിവസം. തീരുവ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. വിദേശ രാജ്യങ്ങൾക്ക് തീരുവ അടിച്ചേൽപ്പിച്ചത് വിലക്കി ഫെഡറൽ കോടതി. അധികാര പരിധി ലംഘിച്ചെന്ന കോടതി നിരീക്ഷണം. ട്രംപിനെ വിമർശിച്ചതിന് പിന്നാലെ ഭരണകൂടത്തിൽ നിന്ന് പിന്മാറി എലോൺ മസ്ക്. വിശദമായ വാർത്തകൾ നോക്കാം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയല്ലാതെ ഇനി UDF സഹകരണത്തിൽ PV അൻവറിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. കൂടിക്കാഴ്ച ആവശ്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളിയതോടെ ആ വഴിയും അടഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനിക്കൂ എന്ന സന്ദേശമാണ് KC വേണുഗോപാൽ നൽകിയത്. അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ UDFുമായി സഹകരിപ്പിക്കുന്നതിൽ നേതൃത്വം പരസ്യ പ്രസ്താവന നടത്തും. ഇതാണ് നിലവിലെ ധാരണ. അതായത് ബോൾ ഇപ്പോൾ പൂർണ്ണമായും അൻവറിന്റെ കോർട്ടിലാണുള്ളത്. അതേസമയം നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും അൻവർ അനുകൂല ഫ്ലക്സുകൾ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരുമെന്നാണ് ഫ്ലക്സിലെ വാചകം. CV അനുമോദ്, MS അനീഷ് കുമാർ എന്നിവർ വിവരങ്ങളുമായി. നിലമ്പൂരിൽ നിന്ന് ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ ഒന്നെങ്കിൽ അൻവർ എടുക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ അൻവർ ഇനി എന്ത് ചെയ്യുമെന്ന ഈ ചർച്ച തുടരുക തന്നെ വേണ്ടിവരും. എന്തായാലും ഇന്നലെ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയതോടെ, അതായത് KC വേണുഗോപാലുമായി തനിക്ക് ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്, കോൺഗ്രസിൽ വലിയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് KC ഏത് സമയത്തും വിളിച്ചാൽ കാണാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടെയായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് തന്നെയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നൊരു കൃത്യമായ മെസ്സേജ് കൊടുത്ത സ്ഥിതിക്ക് ഇനി അൻവറിന് മുന്നിൽ മറ്റെന്ത് വഴിയാണുള്ളത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ KC വേണുഗോപാൽ മലപ്പുറത്ത് എത്തുന്നുണ്ട് എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചതും ഇക്കാര്യങ്ങൾ പറഞ്ഞതും. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുകളിൽ, അതായത് കേരളത്തിലെ നേതൃത്വത്തിൻ്റെ മുകളിൽ KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദം
തനിക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രതീക്ഷ പങ്കുവച്ചു. പക്ഷേ ഇതെല്ലാം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് KC പറഞ്ഞതോടെ സ്വാഭാവികമായിട്ടും അൻവറിന് ഇനി ഒന്നുകിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുക. അതിന് മിക്കവാറും നാളെ ചേരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗത്തിന് ശേഷം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. അതല്ലെങ്കിൽ തനിക്ക് തൻ്റെതായ വഴിയിലൂടെ നേരത്തെ അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ തൃണമൂൽ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ നിലമ്പൂരിൽ മത്സരിക്കുക. അങ്ങനെ രണ്ട് വഴികൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 15,000-ഓ 20,000-ഓ വോട്ട് നേടുക എന്നത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് പിന്നെ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേടുന്ന വോട്ടുകൾ UDF-നെ നേരിട്ടത് ബാധിക്കുകയും ചെയ്യും. അത് LDF-ന് വിജയത്തിന് സഹായകമാവുകയും ചെയ്യും. കാരണം അൻവറിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ അത് എപ്പോഴും UDF-ൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാകും പോവുക. ആ ഒരു സാഹചര്യത്തിൽ UDF അത് കണക്കാക്കണം, അത് ചിന്തിക്കണം എന്ന ഒരു താല്പര്യം കൂടി അൻവറിനുണ്ട് ഈ സമ്മർദ്ദം ഉയർത്തുന്നത്. പക്ഷേ അങ്ങനെ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് ഈ തരത്തിൽ വോട്ട് നേടിയാൽ അത് ആത്യന്തികമായിട്ട് അൻവറിൻ്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിനും ഒരു പര്യവസാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം പിണറായി സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിശിതമായി വിമർശിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ LDF-ൽ നിന്നും ഇറങ്ങി ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അവസാനം ആ ഒരു പോരാട്ടത്തിൽ ഇടതുപക്ഷം തന്നെ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങളും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും. അവിടെ ഒന്നുകിൽ ഈ കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന തരത്തിലേക്കുള്ള ധാരണയിലേക്ക് അൻവർ എത്തണം. അതല്ലെങ്കിൽ അൻവറിന് തൻ്റെ കരുത്ത് തെളിയിച്ച് അവസാനം ഒരിക്കൽ കൂടി തൻ്റെ കരുത്ത് തെളിയിച്ച് മണ്ഡലത്തിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ മത്സരിച്ച് ഇത്രയും വോട്ടുകൾ നേടാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിലിനി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആലോചനകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇടതുപക്ഷം ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ലീഗ് ഒരു പക്ഷേ അൻവറുമായി അവസാനവട്ടം ഒരു ചർച്ച അത് നേരിലായിരിക്കുമോ അതോ ഫോണിലായിരിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാലും ഒരു വട്ടം കൂടി ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം മുസ്ലിം ലീഗ് ആണ് അൻവറിൻ്റെ വിഷയത്തിൽ എല്ലാ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അൻവറിനൊപ്പം നിന്നിട്ടുള്ളത്. അപ്പോൾ UDF-ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അൻവറിൻ്റെ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഒരിക്കൽ കൂടി അൻവറുമായി ചിലപ്പോൾ ഒരു ചർച്ച നടത്തിയേക്കും, ഒരു സമവായ ശ്രമം നടത്തിയേക്കും. എന്നാണെങ്കിലും നാളെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന് തന്നെ വേണം അറിയുവാൻ. നാളെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗങ്ങൾ അൻവർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഭാവി തീരുമാനം എന്താണെന്ന് ആ യോഗശേഷം വ്യക്തമാക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നാളത്തെ ദിവസം നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കും. അൻവറിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നാളെ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രചരണത്തിൻ്റെ തിരക്കുകളും കൂടിക്കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അതിനെ സ്വാധീനിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശരി, ഇനി ഇപ്പോഴും ഒന്നും ആവാതെ ഇരിക്കുന്ന LDF ക്യാമ്പിന്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അനുമോദ്. അതിലേക്ക് വരാം. അതിനു മുൻപ് അനീഷിലേക്ക് കൂടി. അനീഷ്, ഈ അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇന്നിപ്പോൾ നഗരത്തിന്റെ പല ഭാഗത്തും രാവിലെ നിലമ്പൂർ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് അൻവറിന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. തൃണമൂൽ പ്രവർത്തകർ ഇന്നലെ കൊടുക്കുന്ന ഒരു മെസ്സേജും അൻവർ മത്സരിക്കണമെന്നാണ് അവരുടെ താല്പര്യമെന്ന മട്ടിലാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അൻവറിന്റെ ആത്യന്തിക ലക്ഷ്യം UDF-ൽ കയറുക, UDF-ന്റെ ഭാഗമാവുക എന്നത് ആണ് എന്ന നിലയ്ക്ക് ഇനിയൊരു പരസ്യമായി അൻവറിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാവാതെ, അതായത് സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു നീക്കം ഉണ്ടാവാതെ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ, തൃണമൂൽ നേതാക്കൾ അല്ലെങ്കിൽ ഈ അൻവറിന്റെ അനുയായികൾ മത്സരിക്കണമെന്ന് പറയുമ്പോഴും അൻവറിന് പൂർണ്ണമായും മത്സരിക്കാൻ ഒരു സന്നദ്ധത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയും ഒരു അസോസിയേറ്റ് മെമ്പറായെങ്കിലും UDF-ൽ കയറുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. താൻ കാലുപിടിച്ച് അകത്ത് കയറി എന്നതിനപ്പുറം UDF നേതാക്കൾ ഒരു പ്രഖ്യാപനം നടത്തിയാൽ പിറ്റേ നിമിഷം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിനിറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അൻവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം വ്യക്തിപരമായ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ
പോലും UDF എന്ന പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിനുള്ളിൽ നിന്ന് UDFന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് താൻ പ്രവർത്തിക്കും എന്ന് തന്നെ അൻവർ വ്യക്തമാക്കുമ്പോൾ ഒറ്റ വിളിക്ക് വേണ്ടിയാണ് ആരാദ്യം പറയും എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. വി ഡി സതീശൻ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, അൻവർ ആ കാര്യം പറഞ്ഞു വരട്ടെ. പ്രേമലതിനെ പോലുള്ളവരും പറയുന്നത് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അൻവർ രംഗത്ത് വന്നാൽ തൊട്ടു പിന്നാലെ UDF അതിന്റെ കടമ നിറവേറ്റുമെന്നാണ്. അതായത് അൻവർ ആ കാര്യം ആദ്യം പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. DCC പ്രസിഡന്റ് മുതൽ മറ്റ് എല്ലാ നേതാക്കളും അത്തരമൊരു നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കാരണം എല്ലായ്പ്പോഴും ആളുകളുടെ പുറകെ നടന്ന് കൂടെ കൂട്ടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറേണ്ടതില്ല. മറിച്ച് ഒരു തവണയെങ്കിലും ഒരു ധീരമായ നിലപാടെടുത്തിട്ട് അൻവർ ഈ വശത്തേക്ക് വരട്ടെ എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അൻവർ പെട്ടെന്നൊരു മത്സരം എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അൻവറിന് കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം ഈ പിണറായി സത്തെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന്റെ പെട്ടിയിൽ അവസാനം ആണിയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൻവർ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ UDFനെ ദുർബലമാക്കുന്ന അല്ലെങ്കിൽ LDFന് കരുത്താകുന്ന ഒരു നിലപാടും അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല. വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്, വൈകാരികമായി വാർത്താ സമ്മേളനങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്, പരാമർശങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതല്ലാതെ അൻവറിന് മുന്നിൽ മറ്റ് വഴികൾ ഇനി ഇല്ല എന്നതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ കഴിയുക. അതായത് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ അൻവറിന് അനുകൂലമായുള്ള പോസ്റ്ററുകൾ. അവിടെ മത്സരിക്കുമെന്ന കാര്യം പറയുന്നില്ല, സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും തുടരും എന്ന് പറയുമ്പോഴും കൃത്യമായി ഒരു മത്സരത്തിനുള്ള ഒരു സന്നദ്ധ അദ്ദേഹം അറിയിക്കുന്നില്ല. മറിച്ച് ഒരു സമ്മർദ്ദം ചെലുത്തുക, അതായത് പോസ്റ്ററൊക്കെ അടിച്ച് തങ്ങൾ തയ്യാറാണ്, ഏത് നിമിഷം വേണമെങ്കിലും മത്സരരംഗത്തേക്ക് ഇറങ്ങാം എന്നൊരു സൂചന UDF നേതൃത്വത്തിന് നൽകുക എന്നത് മാത്രമാണ് ഇപ്പോഴും ഈ അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ രാവിലെ വാർത്താ സമ്മേളനം നടത്തി വി ഡി സതീശനും മറ്റുമൊക്കെതിരെ ആഞ്ഞടിച്ച ശേഷവും പല കോൺഗ്രസ് നേതാക്കളും അൻവറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉടൻ പരിഹരിക്കുമെന്ന സന്ദേശമാണ് നൽകിയത്. വൈകുന്നേരം ഈ KC വേണുഗോപാലുമായി ചർച്ച നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുപാട് അദ്ദേഹം നോക്കിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്തിരിക്കുന്ന വിഷയത്തിൽ താൻ തൽക്കാലം ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് KC വേണുഗോപാൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അൻവറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അങ്ങേയറ്റം അനുകൂലമായ ഒരു സഹതാപമുള്ള ഒരു നിലപാടാണ് KC വേണുഗോപാൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ, അവരോട് ചർച്ച നടത്തൂ എന്ന നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. എന്തായാലും KC വേണുഗോപാലുമായി ഇനിയും കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അൻവർ ഇന്നലെ പറഞ്ഞത് KC വേണുഗോപാലുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തും, വേണുഗോപാലുമായുള്ള ചർച്ചയിൽ തനിക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തുടർ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അധികം വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നാളെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിർണായകമായ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഉപാധികളില്ലാതെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാടിലേക്ക് തന്നെ അൻവർ എത്തുന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. ശരി അനുമോദ്, ഈ അൻവറിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നറിയാൻ കാത്തു നിൽക്കുകയാണോ LDF ക്യാമ്പ്? അവിടെ അൻവർ മത്സരിക്കാൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ UDFുമായി ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രാറ്റജി അപ്പോൾ തീരുമാനിക്കാമെന്നാണോ കരുതുന്നത്? ഇന്നിപ്പോൾ 29ആയി, നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയത്. കൺവെൻഷന് മുമ്പ് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തരത്തിൽ ക്യാമ്പ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജ, ഇടതുപക്ഷത്തിന്റെ ചർച്ചകൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇത്തരത്തിലുള്ള ആലോചനകൾ നടക്കും. നാളെ വൈകുന്നേരത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ എങ്ങനെ ഇടതുപക്ഷത്തിന് ഇവിടെ ഈ മണ്ഡലം നിലനിർത്താമെന്ന കാര്യമാണ് ആലോചിക്കുന്നത്. പ്രധാനമായിട്ടും സ്വരാജിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം അഡ്വക്കേറ്റ് ഷൊറാണ റോയ്, ഈ രണ്ട് പേരുകളാണ് പാർട്ടിയുടെ പ്രഥമ പരിഗണനയിലുള്ളത്. സ്വതന്ത്ര സാധ്യത തുലവും കുറവാണ് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. മാറിയ സാഹചര്യത്തിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ നിലമ്പൂരിൽ മത്സരിക്കും. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അൻവർ നേടുന്ന വോട്ടുകൾ കോൺഗ്രസ് UDF ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ ഇടതുപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള നീക്കം കൊണ്ട് സാധിക്കുമെന്നവർ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷൊറാണ റോയ് കുറച്ചുകൂടി ഈ ഒരു ചർച്ചകളിൽ സ്വരാജ് ഈ മുതിർന്ന നേതാവാണ്, അത്തരത്തിൽ പല നേതൃഗുണമുള്ള ആളാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു സാധ്യത ഷൊറാണ റോയ്ക്ക് ചിലർ കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അവർ അട്ടിമറി വിജയം നേടി വന്ന
ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ വഴിക്കടവിൻ്റെ ഭാഗമായിട്ടുള്ള കരുളായി, അതുപോലെ തന്നെ മൂത്തേടം, പോത്തുകല്ല്, വഴിക്കട ഈ പഞ്ചായത്തുകളിലൊക്കെ അവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. ഇതിൽ പോത്തുകല്ല് മാത്രമാണ് LDFിൻ്റെ കൈവശമുള്ളത്. മറ്റ് പഞ്ചായത്തുകളൊക്കെ UDFിൻ്റെ കയ്യിലാണ്. ആ UDFിൻ്റെ കൈവശമുള്ള പഞ്ചായത്തുകളിൽ പോലും ഷെറോൺ അറോയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അങ്ങനെ അവർക്ക് ആ മേഖലയിലെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ അവർക്കൊപ്പം നിർത്താൻ കഴിയും. എന്നീ വിലയിരുത്തലൊക്കെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുകൾ, സ്വരാജും ഷെറോൺ അറോ, ഈ രണ്ട് പേരുകളിൽ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇനി സ്വതന്ത്ര സാധ്യതകൾ തീരെ തള്ളിക്കളയുന്നില്ല എന്ന് നേതാക്കളിൽ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തോമസ് മാത്യുവോ അതിൻ്റെ സാധ്യതയും ഉണ്ട്. ഷറഫ് അലിയുടെ പേര് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വലിയ ചർച്ചകളിൽ ഉയരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് ഇടതുപക്ഷ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് പേരുകളിൽ ഒന്ന് തന്നെ നിശ്ചയിക്കാനാണ് സാധ്യത. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാലതാമസം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ പ്രവർത്തകരെ അല്പം നിരാശരാക്കുന്നുണ്ട്. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥി ഇതിനോടകം തന്നെ പല പഞ്ചായത്തുകളിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. UDFിൻ്റെ അതുകൊണ്ട് ഇവിടെ പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് LDF അവകാശപ്പെടുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് LDFിനെതിരെ വിമർശനങ്ങളും അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് LDFിൻ്റെ പ്രവർത്തനം നേരത്തെ തുടങ്ങി വെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെ. M സ്വരാജ് കഴിഞ്ഞ മാസം മുതൽ മണ്ഡലത്തിൽ സജീവമായിട്ട് ഈ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഇവിടെ LDFിന് അനുകൂലമായേക്കാവുന്ന പല സാഹചര്യങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കൊണ്ട് നഷ്ടമാകുമോ എന്ന ആശങ്ക പ്രവർത്തകർക്ക് നൽകുന്നത്. അനുമോദ്, NDA ക്യാമ്പിന്റെ നീക്കങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്താൻ BDJSന് ഒരു 10,000 വോട്ടൊക്കെ ഉണ്ട് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായി ആ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെ ഒരു പേരിലേക്ക് അവിടെ എത്തുന്നുണ്ടോ? LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കാത്തിരിക്കുകയാണ് NDA. കാരണം LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞ് അതിൻ്റെ ചില രാഷ്ട്രീയ സാധ്യതകൾ, അത് വോട്ടിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ LDFും NDAയൊക്കെ ജാതിയും മതവും നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ആലോചന നടത്തുന്നതെന്ന് വിമർശനം ഉയർന്ന തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് ഒരു വസ്തുതയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ നിലമ്പൂരിലെ ഈ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുകൂടി വന്നതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. BDJSൻ്റെ ഒരു സീറ്റായിട്ട് ഇത് വിട്ടുകൊടുക്കാൻ നിലമ്പൂർ അവർക്ക് BJPക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ BDJSും പൂർണ്ണ മനസ്സോടെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണെങ്കിലും LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ തീരുമാനം കൂടി വരട്ടെ, അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന നിലപാടാണ് NDA ക്യാമ്പിനുള്ളത്. നാളെയോ മറ്റന്നാളായിരിക്കും മിക്കവാറും NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്ന സൂചനകളാണ് വരുന്നത്, അല്ലെങ്കിൽ നാളെ രാത്രി. എന്നാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ എന്ന നിലപാടിലാണ് NDA ഉള്ളത്. ശരി, ജാതി ഇല്ല, മതമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാവുന്ന കാഴ്ച നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതുപോലെ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞിട്ട് വേണം BDJSൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. അങ്ങനെ എല്ലാ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അൻവറിൻ്റെ നിലപാട് അറിഞ്ഞിട്ട് വേണം LDFിന് ഒരു തീരുമാനമെടുക്കാൻ. എന്തായാലും നിലമ്പൂരിൽ സസ്പെൻസുകൾ തുടരുകയാണ്. ഇന്നും പ്രധാന ചർച്ചകളെല്ലാം നടക്കുക അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ അപ്പോൾ തിരിച്ചെത്താം. ഇനി പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകളിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാവില്ല. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. 4 ജില്ലകളിൽ ഇന്നത്തെ ദിവസം റെഡ് അലർട്ടുണ്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന,
ശക്തമായ മഴ, അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട്, ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. അതായത് സംസ്ഥാനം ഒട്ടാകെ ഇന്ന് ഒരു അതീവ ജാഗ്രത ഉണ്ടാവേണ്ട ദിവസമാണ്. തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ്. സംസ്ഥാനം ഒട്ടാകെ ശക്തമായ മഴ തന്നെയാണ് ഇന്ന് പ്രവചിക്കപ്പെടുന്നത്. 4 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് എങ്കിലും ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ശക്തമായ മഴ തന്നെ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടും. ഒപ്പം നാളെ ഈ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, നാളെ എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് നാളെ റെഡ് അലർട്ടാണ്. അതായത് റെഡ് അലർട്ടുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകൾക്ക് കൂടി വ്യാപിക്കുന്നു. കൂടുതൽ ജില്ലകളിൽ കൂടി നാളെ മുതൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം 6 ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാത്തിനും അവധിയാണ്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ അതിതീവ്ര മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഈ മഴ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. 24 മണിക്കൂറിനുള്ളിൽ 204.4 mm കൂടുതൽ മഴ, അതായത് സാധാരണയേക്കാൾ വളരെ കൂടുതലാണ് ഇത്തവണ മഴ ലഭിക്കുന്നത്. ഇന്ന് മഴ ഉണ്ടാവുക എന്നതാണ് പ്രവചനം. ഒപ്പം തന്നെ ഇത്തവണത്തെ മൺസൂൺ, നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിലാണ് ആദ്യം മൺസൂൺ എത്താറ്, പിന്നീടാണ് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യം എത്തുന്നത് വടക്കൻ കേരളത്തിലാണ്, പിന്നീടാണ് സംസ്ഥാനമൊട്ടാകെ മൺസൂൺ വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതീവ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ ഇത്തവണ മൺസൂണിനൊപ്പം പലയിടത്തും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒക്കെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം. കാരണം ഇത്തവണത്തെ മൺസൂൺ സാധാരണഗതിയിൽ ഒരാഴ്ച, മൺസൂണിന്റെ ആദ്യത്തെ ഒരാഴ്ച മഴ കുറവ് മാത്രമാണ് ലഭിക്കാറ്, പിന്നീടാണ് കാലവർഷത്തിന് ശക്തി പ്രാപിക്കാറ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ തന്നെ ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെടുന്നതും ഒപ്പം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നു. ഇതിനു പുറമെയാണ് 2 ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെട്ട, അതായത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രണ്ട് സ്ഥലങ്ങളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം. ഇതിന്റെ ഫലമായി കൂടി മഴയുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തവണത്തെ മഴയ്ക്ക് ശക്തി കൂടുതൽ മഴ ലഭിക്കുന്നതുമൊക്കെ. എന്തായാലും ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതീവ ജാഗ്രത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെ അതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾ ഉൾപ്പെടെ മലയോര മേഖലകളിൽ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അതിശക്തമായ കാറ്റുണ്ടാകും, ഇടിമിന്നൽ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കഴിയുന്നതും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, കഴിയുന്നതും പുറത്തിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും യാത്രകളൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അങ്ങനെ സംസ്ഥാനമൊട്ടാകെ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ്. ഒപ്പം നാളെയും നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലുമൊക്കെ മഴ കൂടുതൽ ശക്തമാകുന്നു. കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി ഷംന, ഇനി നമുക്ക് മറ്റ് ജില്ലകളിലെ വിവരങ്ങൾ കൂടി തേടാം. പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗത നിരോധനം തുടരും. ജൂൺ 1 വരെയാണ് നിയന്ത്രണമുള്ളത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, നേരത്തെ തന്നെ അവിടെ ക്വാറികളുടെ പ്രവർത്തനവും ഈ രാത്രികാല യാത്രാ നിരോധനവും വന്നിരുന്നു. ഇന്നിപ്പോൾ അവിടെ റെഡ് അലർട്ട് ഉള്ള ഒരു ദിവസം കൂടിയാണ്. മലയോര മേഖലയിലെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഓടെല്ലാം പൊട്ടിയില്ലേ? ശ്രീജ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റെഡ് അലർട്ടാണ്. എന്തായാലും അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു കാറ്റും സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജില്ലയിൽ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ടായിട്ട് രാത്രി 7 മുതൽ പുലർച്ചെ 6 വരെയുള്ള സമയങ്ങളിലാണ് രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 124 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ 2 ക്യാമ്പുകൾ
ഇതുവരെ തുറന്നിട്ടുണ്ട്. കോന്നിയിലും മല്ലപ്പള്ളി താലൂക്കിലും, കോന്നി താലൂക്കിലും അതുപോലെ തന്നെ മല്ലപ്പള്ളി താലൂക്കിലും 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടെ ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം കൃഷിനാശവും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. 38 ലക്ഷം രൂപയുടെ കൃഷിനാശവും ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നു. ജില്ലയിലെ പ്രധാന നദികളായ അച്ചൻകോവിൽ, മല്ലപ്പള്ളി, അതുപോലെ തന്നെ പമ്പ നദികളിലേക്ക് ജലനിരപ്പും ഒരു നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മലയോര മേഖലയിലൊക്കെയുള്ള യാത്രയിലേക്കും മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലേക്കുള്ള യാത്ര പോകുന്നതൊക്കെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായി കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളുടെ മുകളിൽ വീണ് ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള സഞ്ചാരങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കും. ഗവി അടക്കം കുട്ടവഞ്ചി സവാരി കേന്ദ്രം, കയാക്കിംഗ് അടക്കമുള്ള മേഖലകൾ, മലയോര മേഖലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ആ മേഖലകളിലേക്കുള്ള യാത്രകളെല്ലാം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 28 വരെയാണ് ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ജൂൺ 1 വരെ ഈ മുന്നറിയിപ്പും ഈ നിരോധനവും അറിയിച്ചുകൊണ്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. സീതത്തോട്, തണ്ണിത്തോട്, അതുപോലെ തന്നെ കൊക്കാത്തോട് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം മലയോര മേഖലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെയെല്ലാം മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള മേഖലയാണ്. ഉരുൾപൊട്ടലുള്ള മേഖലയാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ ഉണ്ടാകാൻ ജില്ലയിൽ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിലും വലിയ തോതിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നു. വരും മണിക്കൂറിൽ അതിതീവ്ര മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലും മുന്നറിയിപ്പ് ഉള്ളത്. നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കനത്ത മഴയിൽ ശക്തമായ കാറ്റുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ, ഒരു ഷട്ടറാണ് ഇപ്പോൾ 5 സെന്റിമീറ്റർ തുറന്നിരിക്കുന്നത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. 3 ഷട്ടറുകളാണ് നേരത്തെ തുറന്നിരുന്നത്. ഒരു ഷട്ടർ അല്പം മഴയ്ക്ക് ശമനം ഉണ്ടായ ആ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനം ഉണ്ടായതോടെ ഒരു ഷട്ടർ മാത്രമാണ് 5 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ ജില്ലയിലെ വിവിധ മേഖലയിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വേണ്ടത്ര രീതിയിൽ ആളുകൾക്ക് വേണ്ട മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. ശരി ശരി ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് KV ബൈജു ഉണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആശങ്ക അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട്, കനത്ത മഴ. എന്താണ് കാസർഗോട്ടെ സാഹചര്യം? ശ്രീജ, തീർച്ചയായും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ വലിയ ആശങ്കയാണ്. അതിനിടയിലാണ് ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ നിയന്ത്രണം ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റാണിപുരം ടൂറിസം, നമുക്കറിയാം ഇക്കോ ടൂറിസമാണ്, ഒരുപാട് സന്ദർശകരെത്തുന്ന സ്ഥലമാണ്. ഇത് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതോടൊപ്പം ബേക്കൽ ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങി തീരപ്രദേശങ്ങളിലുള്ള എല്ലാ വിനോദസഞ്ചാര മേഖലകളും ഇന്നും നാളെയും അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിൽ നേരത്തെ പത്തനംതിട്ടയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി യാത്രാ നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ അനാവശ്യ യാത്രകൾ പകൽ നേരങ്ങളിലായാലും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും അതിതീവ്ര മഴ ഇന്നും നാളെയും പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മിക്ക പുഴകളും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശക്തമായ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ കാറ്റും അതുപോലെ തന്നെ മഴയുമാണ് ഉണ്ടായത്. നിരവധി സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നഷ്ടമുണ്ടായത് ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. ഒരുപാട് തൂണുകൾ ഇത്തരത്തിൽ നിലംപൊത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മലയോര മേഖലകളിൽ വൈദ്യുതി ബന്ധം 3-4 ദിവസമൊക്കെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. ഇത്തരത്തിൽ ഈ റോഡുകളുടെ ഈ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശക്തമായ ഒരു പ്രതിഷേധം ഈ ഒരു പരിപാടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈലാട്ടിയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം വീരമലക്കുന്ന്, മറ്റേ ബേവിഞ്ച തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ന് ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എത്രത്തോളം അപകടകരമായ സാഹചര്യമാണ് ഈ കുന്നിൻ മുകളിലൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡ്രോൺ പരിശോധന. വലിയ തോതിലുള്ള അശാസ്ത്രീയമായ രീതിയിൽ ഈ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ
മണ്ണിടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പരിശോധന ഇന്ന് വളരെ നിർണായകമാണ്. ഇന്നും നാളെയും ഈ പരിശോധന ഉണ്ടാവും. ഇത് കഴിഞ്ഞ് അതിനുശേഷം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും ദേശീയപാത വഴി ചെർക്കളയിൽ മുതൽ ഈ ചട്ടഞ്ചാൽ വരെയുള്ള ആ നേരത്തെ വലിയ ഗർത്തമൊക്കെ രൂപപ്പെട്ട ആ ഒരു പ്രദേശം അത് വലിയ തോതിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വഴിയുള്ള ഗതാഗതം ഇന്ന് പൂർണ്ണമായും നിരോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം ദേശീയപാതയിൽ പൂർണ്ണമായും നിരോധിക്കും. അത് വഴിതിരിച്ചുവിടുക ചന്ദ്രഗിരി പാലം വഴിയായിരിക്കും. അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്നും നാളെയും ഉള്ളത്. വലിയ മഴയുണ്ടാവും, അതോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിൻസ്, ഇടുക്കിയിലും ഇന്ന് റെഡ് അലേർട്ടാണുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നമുക്കറിയാം ഓരോ മഴക്കാലം വരുമ്പോഴും ആശങ്കയാണ് ഇടുക്കിയെ സംബന്ധിച്ച്. നിലവിൽ മഴ എങ്ങനെയുണ്ട്, എന്താണ് സാഹചര്യങ്ങൾ? ശ്രീജ, തീർച്ചയായും ഇടുക്കിയിൽ ഇന്ന് കനത്ത ജാഗ്രത എന്നുള്ള സാഹചര്യമാണുള്ളത്. നിലവിൽ മഴ തുടരുന്നു. കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രിയിലൊക്കെ മണ്ണിടിച്ചിലും മരപൊടിഞ്ഞ് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പല അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഏതാനും ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. 40-ലധികം വീടുകൾ ഈ വിവിധ ദിവസങ്ങളായി തകർക്കപ്പെട്ട സാഹചര്യമുണ്ട്. പൂർണ്ണമായി നശിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മലങ്കര, പാമ്പ്ള, കല്ലാർകുട്ടി ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇടുക്കി അടക്കമുള്ള ഡാമുകളുടെ കീഴിലൊക്കെ ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇപ്പോൾ ആശങ്കാജനകമല്ല. എന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളായ മലങ്കര, കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർച്ചയായ മഴ പെയ്യുമ്പോൾ ഈ ഇത്തരം ചെറു ഡാമുകളും ഒക്കെ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള നിരോധനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഖനന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനമുണ്ട്. അപ്പം വിനോദസഞ്ചാര ആക്ടിവിറ്റികൾ, പ്രത്യേകിച്ചും ജീപ്പ് സഫാരി, ട്രക്കിംഗ്, സാഹസിക വിനോദസഞ്ചാര പരിപാടികളൊക്കെ എന്നിവയ്ക്കെല്ലാം പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം നടപടികളിലേക്ക് നടത്തരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ അവധിയൊക്കെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഗ്യാപ് റോഡിന്റെ യാത്രാ നിരോധനം 30-ാം തീയതി രാത്രി വരെ തുടരുന്നുണ്ട്. ഒപ്പം വിവിധ പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്രകളൊക്കെ സുരക്ഷിതമായിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. മലയോര മേഖലയിൽ ഏത് നിമിഷവും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് അപകടം സംഭവിച്ചിരുന്നത്. ദേശീയപാതയിലടക്കം, കുമ്പളി മൂന്ന പാതയിലടക്കം പ്രധാന പാതകളിലൊക്കെ ഇത്തരത്തിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനയാത്രികർ സുരക്ഷിതരായിരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ഒപ്പം ജാഗ്രത പുലർത്തുന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഇതുവരെ ഉള്ള 5 ക്യാമ്പുകളുടെ വിവിധ മേഖലകളിലെ 5 ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മൂന്നാർ, വെള്ളത്തൂർ മേഖലകളിൽ അടക്കമാണ് ക്യാമ്പുകളുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ ഉണ്ടാകുകയും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ വിവിധ വേഗമുള്ള ആളുകളെയും പാർപ്പിച്ചിട്ടുണ്ട്. ഈ ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ നടത്താനുള്ള ഒരു പുനരൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലെ കൺട്രോൾ റൂമുകളും ഒപ്പം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകളും പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഏകോപിപ്പിക്കുന്നത്. ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. തീർച്ചയായും വലിയ ജാഗ്രത വേണ്ട സമയമാണ്. രാത്രി സമയങ്ങളിലെ യാത്ര ഒഴിവാക്കുക. മലയോര മേഖലയിൽ ഒക്കെ താമസിക്കുന്നവർ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കാൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. മരങ്ങൾക്ക് താഴെ കാറുകളും വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ നമ്മുടെ ഒരു സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കുക എന്നതാണ് പ്രാഥമികമായി ആദ്യം ചെയ്യേണ്ടത്. അതിനടുത്തത് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ ആ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇരിക്കുക എന്നതാണ്. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങി വരാം. തീരത്തടിയുന്ന ആശങ്ക.
ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ തീരമേഖലകളിൽ അടിയുകയാണ്. തിരുവനന്തപുരം വലിയതുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും തീരത്തടിഞ്ഞ നിലയിലാണ്. വലിയ ആശങ്കയിലാണ് തീരദേശവാസികൾ ഉള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ തീരത്തടിയുന്ന വസ്തുക്കളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഓരോ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായി ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ ആശങ്ക കൂടും. എന്താണ് വലിയതുറയിലെ സാഹചര്യം? എത്രത്തോളം സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്? ശ്രീജ, വലിയതുറയിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ്, 6 മണിക്ക് ശേഷമാണ് ഒരു കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം അതിനുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന് സമാനമായ തരത്തിലുള്ള ചില വസ്തുക്കളും തീരത്തടിഞ്ഞ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമാതുറയിലാണ്. പെരുമാതുറയിൽ ഇതാണ് കാഴ്ച. അതായത് ഇവിടുത്തെ ഈ ഒരു പ്രദേശം മുഴുവൻ ഈ മണൽത്തരികൾ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ തരത്തിൽ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞിരിക്കുകയായിരുന്നു. ഈ കരഭാഗം മുഴുവൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ തീരം മുഴുവൻ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയോടെ ഈ വലിയ തിരകൾ അടിച്ച് ഈ മണ്ണിൽ അലിഞ്ഞിരുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ തരികൾ ഒലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അത് അതിശക്തമായ തിരയിൽ ഒഴുകിപ്പോയി എന്നാണ് പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്ന. അതിന്റെ ബാക്കി ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഇവിടെ കല്ലുകൾക്കിടയിലും വലിയ കരിങ്കല്ലുകൾക്കിടയിലും മറ്റും ഈ അവശിഷ്ടങ്ങളുണ്ട്. നമ്മളത് കൈകൊണ്ട് എടുക്കുന്നില്ല. ചെറിയ പ്ലാസ്റ്റിക് തരികളാണ്. വലിയ തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന തരത്തിലാണ് ഈ തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിലേക്ക് ഈ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ വലിയതുറയിലും ചെറിയ തുറയിലും ശംഖുമുഖത്തും അതോടൊപ്പം തന്നെ പെരുമാതുറയിലും നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് പെരുമാതുറയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ തീരത്തേക്ക്, കടലിന്റെ തീരത്ത് അടിയുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മണ്ണ് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഈ പ്രദേശങ്ങൾ ഇന്നലെ അടിഞ്ഞിരുന്നു. ഈ തരത്തിലായിരുന്നു ഈ താഴെഭാഗത്തേക്ക് മുഴുവൻ ഇത് അടിഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇന്ന് വലിയ തിരയടിച്ച് ഈ പ്ലാസ്റ്റിക് തരികൾ വീണ്ടും കടലിലേക്ക് പോയി. ഇനി അത് മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂട്ടമായി അങ്ങനെ അടിയുമെന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. എന്തായാലും ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായൊരു യോഗം ചേർന്നിരുന്നു. ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുമായിട്ടാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. അതിലെടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തീരത്ത് അടിയുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ അതീവ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ഏതാണ്ട് 100 മീറ്റർ എന്ന കണക്കിൽ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ച് ഓരോ 100 മീറ്ററിലെയും ഈ പ്ലാസ്റ്റിക് തരികൾ പൂർണ്ണമായി അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സന്നദ്ധ പ്രവർത്തകരെത്തി ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടായിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് അവരുടെ മത്സ്യസമ്പത്തിനെയൊക്കെ ബാധിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന ഒരു കൃത്യമായ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ അടിഞ്ഞിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അടിയന്തരമായി തന്നെ കടക്കുന്നത്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തീരത്തടിയുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പെരുമാതുറയിൽ ഇതാണ് കാഴ്ചയെങ്കിൽ ശംഖുമുഖത്തും അതോടൊപ്പം തന്നെ ചെറിയ തുറയിലും വലിയ തുറയിലും ഒക്കെ സമാനമായ തരത്തിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള നേർഡിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തരികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മാർഗരേഖയും അവരുടെ പക്കലില്ല. പ്രത്യേകിച്ച് സമുദ്ര സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മാലിന്യം വന്നാൽ എന്ത് ചെയ്യണം എന്നതിലൊരു കൃത്യമായ മാർഗരേഖ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നമുക്ക് മുൻപ് കൈകാര്യം ചെയ്ത അത്ര പരിചയമുള്ളതല്ല.
കൃത്യമായ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരത്തുള്ളവർക്കുമൊക്കെ നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയ രീതിയിൽ നമ്മളെയൊക്കെ ബാധിക്കുന്നതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് മലമുകളിൽ സർക്കാർ പതിച്ചു നൽകിയ പട്ടയഭൂമിയിൽ പ്രവേശനം സാധ്യമാകാതെ 8 കുടുംബങ്ങൾ. സ്വകാര്യ ഖനന കമ്പനിയെ സഹായിക്കുന്നതിനായി പേരൂർക്കട വില്ലേജിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആക്ഷേപം. പേരൂർക്കട മലമുകളിൽ തലമുറകളായി 8 കുടുംബങ്ങൾ കൃഷിഭൂമിയായി ഉപയോഗിച്ചിരുന്ന 3.5 ഏക്കർ സ്ഥലം 30 വർഷം മുമ്പാണ് സർക്കാർ പട്ടയഭൂമിയായി അനുവദിച്ചത്. എന്നാൽ ഈ ഭൂമി കൈവശം വെച്ചിരുന്ന സ്വകാര്യ ഖനന കമ്പനി സർക്കാർ തീരുമാനത്തിനെതിരെ റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. 1994 പട്ടയം കിട്ടിയതാണ്. 2017 വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ഭൂമി തിരിച്ചു പിടിക്കേണ്ട ഉത്തരവുണ്ടായതിനൊക്കെ ഇവര് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഈ കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടും ഇവർക്ക് വഴിവിട്ട് അത് പോയിട്ട് ഇതിന്റെ പരിസരത്ത് 30 ഏക്കറോളം സർക്കാർ ഭൂമി പോപ്സൺ കമ്പനിയുടെ കൈവശത്താണ്. ഇത് മൊത്തം 1916 വിജിലൻസ് അന്വേഷണം നടത്തി ഈ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് ഈ ഫയൽ ഒളിപ്പിച്ചു വെച്ച് റവന്യൂ വകുപ്പും വിജിലൻസും കൂടെ ചേർന്ന് ഒളിപ്പിച്ചു വെച്ച് ഈ കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്തു നൽകി. ഭൂമി കൈവശം വയ്ക്കാനും ഖനനം നടത്താനുമുള്ള അനുമതി കമ്പനിക്കില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ കമ്പനി ഖനനം തുടരുകയാണെന്നാണ് കുടുംബങ്ങളുടെ പരാതി. ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ അനുവദിച്ചതെന്ന ഈ പട്ടയഭൂമി ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ പേർക്ക് 8 പേർക്കും സർക്കാർ അനുവദിച്ചെന്ന ഈ 8 പട്ടയഭൂമി അളന്നു തരാൻ 8-ാം തീയതി ഇതാ ഈ പേപ്പറിൽ കാണുന്ന തിരുവനന്തപുരം താലൂക്കിലെ സർക്കാർ ഉദ്യോഗസ്ഥർ 5 പേർ ഇവിടെ കടന്നു വന്നു. ഞങ്ങളെ എല്ലാ കുടുംബങ്ങളെയും വിളിച്ച് ഞങ്ങളുടെ അതിൽ എല്ലാ രേഖകളും വീഡിയോ സഹിതം ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ 5 സർവേയർ ഉദ്യോഗസ്ഥരും വന്ന് ഞങ്ങളുടെ ഭൂമി അളന്നു തരാം. ഞങ്ങൾ എഴുതി പിടിപ്പിച്ചതല്ലോ ഞങ്ങളുടെ ഭൂമി, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ വരുമോ ഞങ്ങൾക്ക് ഭൂമി അളന്നു തരാൻ? അനുവദിക്കപ്പെട്ട പട്ടയഭൂമി അവകാശപ്പെട്ടവർക്ക് അളന്നു നൽകാൻ റവന്യൂ വകുപ്പ് വൈകിയാൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പരാതിക്കാരായ കുടുംബങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ ഫെഡറൽ കോടതി. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചെന്ന് കണ്ടെത്തിയ കോടതി താരിഫ് നയങ്ങൾ പ്രഖ്യാപിക്കുന്നത് തടഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി തീരുവകൾ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നാണ് 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനിടെ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പിന്മാറുന്നതായി എലോൺ മസ്ക് വ്യക്തമാക്കി. ചെലവ് ചുരുക്കൽ ലക്ഷ്യമിട്ട് ട്രംപ് തന്നെ ഏൽപ്പിച്ച ദൌത്യത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നു എന്ന വിശദീകരണത്തോടെയാണ് ഇപ്പോൾ മസ്ക് പിന്മാറുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഡോക്ടർ സജിമോൻ ആന്റണി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ട്രംപ് ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും അവസാനം അത് സെനറ്റിന്റെയും ഫെഡറൽ കോടതിയുടെയൊക്കെ മുന്നിലേക്ക് എത്തുമെന്നൊരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഫെഡറൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ അധികാര പരിധി ലംഘിച്ചാണ് ട്രംപ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് എന്ന ഒരു ഉത്തരവ് വരുമ്പോൾ, തീരുവ അടിച്ചേൽപ്പിച്ചത് വിലക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്? തീർച്ചയായിട്ടും ഇതൊരു ഇമ്പാക്ട് ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിലെ ജനുവരി 20 വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബ് ആണെങ്കിൽ ഏറ്റവും ലോകരാഷ്ട്രങ്ങളിൽ പ്രതിപാദിച്ച ഒരു വിഷയം, അല്ലെ നമ്മളാണെങ്കിലും ചർച്ചകളിൽ പ്രതിപാദിച്ച വിഷയം ഏതാണെന്ന് ചോദിച്ചത് ടാരിഫാണ്. അപ്പൊ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ടാരിഫ് 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 എന്നുള്ളൊരു വേർഡായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഏകദേശം ഇന്ന് ഈ ജനുവരി 20 തൊട്ട് ഇന്ന് മെയ് 27 വരെ ഈ ഒരു 3 മാസം കൊണ്ട്, 4 മാസം കൊണ്ടിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ 4 വർഷം കൊണ്ട് എന്തുമാത്രം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇട്ടോ അതിനേക്കാളും കൂടുതൽ, ഏകദേശം 160-ലധികം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഫെഡറൽ കോർട്ടിന്റെ വിധി മാൻഹാട്ടനിൽ നിന്നാണ്. അതൊരു സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്കാണ് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തുടക്കം മുതലേ ഈ ടാരിഫ് പ്രതികൂലികൾ, പ്രത്യേകിച്ച് ഡെമോക്രാറ്റ്സുകളും മറ്റ് ആൾക്കാരും പറയുന്ന ഒരു നിയമവിദഗ്ധരും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ടാരിഫ് എന്നുള്ളത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ എക്സ്ക്ലൂസീവ്ലി വരുന്ന ഒരു കാര്യമല്ല. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത്
US കോൺഗ്രസിന്റെ പരിധിയിൽ വരുന്നതാണ്. ഹിസ്റ്റോറിക്കലി ഇതിനു മുമ്പുള്ള ടാരിഫ് ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ US കോൺഗ്രസിന്റെ പെർമിഷനോട് കൂടി അവിടെ ചർച്ച നടന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങളായിരുന്നു, അല്ലാണ്ട് പ്രസിഡന്റിന്റെ യൂണിലാറ്ററൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വാഗ്വാദം. അപ്പൊ അതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസാണ്, ഇതൊരു നാഷണൽ എമർജൻസിയുടെ പാർട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു കാരണം കൊണ്ടിട്ട് പ്രസിഡന്റിന് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു ട്രാക്കിലായിരുന്നു പോയിരുന്നത്. അപ്പൊ ആ ഒരു ട്രാക്കിന് ഒരു വിലങ്ങാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്, ഈ ഫെഡറൽ കോർട്ടിന്റെ അത്. അപ്പം അതോടൊപ്പം പറയേണ്ട കാര്യം ഒരു സുപ്രധാന വഴുപ്പാണ്, എന്നാൽ ഒരു സുപ്രധാന വിധിയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ലോവർ റേഞ്ചിലുള്ള ഒരു കോർട്ടാണ് ഈ ഓർഡർ ഇട്ടിരിക്കുന്നത്. 3 ജഡ്ജിമാരുടെ ഐകകണ്ഠ്യേന തീരുമാനമായത്, പ്രത്യേകിച്ചും ഒരു ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇതൊരു വളരെ നിർണായകമായ ടോപ്പിക്കായിട്ട് കോർട്ടിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കിലേക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ഇതിനൊരു ചലഞ്ച് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ ചലഞ്ച് വന്നു. അതോടൊപ്പം തന്നെ 12 തൊട്ട് 15ഓളം ഡെമോക്രാറ്റിക് ഭരിക്കുന്ന സ്റ്റേറ്റുകളും ഇതുപോലെ തന്നെ പല കോർട്ടിലും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിധിയും ഇനി ഒന്നായിട്ട് വരാനിരിക്കുകയാണ്. ഏതായാലും ഇതൊരു US സുപ്രീം കോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് US സുപ്രീം കോർട്ടിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടാരിഫ് അമേരിക്കൻ ജനതയെ വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. കാരണം ടാരിഫ് ഒരു ടാക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്നുള്ള ഒരു 65% അമേരിക്കൻസും പറയുന്നത്. എന്നാൽ ഒരു 30-35% ആൾക്കാർ പറയുന്നത് ഒരു ടെമ്പററി ഇൻഫ്ലിക്റ്റ് ആണ്. അതിനുശേഷം വരും മാസങ്ങളിൽ ട്രേഡ് നെഗോഷിയേഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമേരിക്കൻ ഇക്കണോമി അല്ലെങ്കിൽ ഇവിടുത്തെ മാനുഫാക്ചറിംഗ് സെക്ടറിന് വലിയൊരു പുരോഗതി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് 30-35% ആൾക്കാർക്കുള്ളത്. ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇതുവരെയുള്ള ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മലയോര പാതയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, അതുപോണക്കാണ്. ഓരോ നിമിഷവും ഓരോ വളവും തിരിവുമാണ്, ഓരോ ഇറക്കവും കയറ്റവുമാണ്. കാരണം 2% 2.8% ആവറേജ് ആയിരുന്നു ഇവിടുത്തെ ടാരിഫ് എന്നെങ്കിൽ അത് റേസ് ചെയ്ത് 25% എന്നുള്ള ടോക്കിലേക്ക് വന്നു. അതിനുശേഷം റെസിപ്രോക്കൽ ടാക്സ് വന്നു. അതിലൊക്കെ ഇന്ത്യയൊക്കെ 45-50% ഒക്കെ വന്നു. പിന്നെ ചൈനയുടെ കാര്യത്തിൽ അത് 145% വരെ മുന്നേക്ക് പോയി. അതിനുശേഷം അത് വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ പുറകോട്ട് റിട്രീറ്റ് ചെയ്തുകൊണ്ട് 80%, ഇപ്പോൾ അത് 45% കിടക്കുന്നു. ഇടയ്ക്ക് യൂറോപ്യൻ യൂണിയനായിട്ട് 50% പറഞ്ഞു. അതിനുശേഷം അത് 25%ലേക്ക് വന്നു. പിന്നെ അത് ക്യാൻസൽ ആക്കി പോസ്റ്റ് ചെയ്തു 90 ഡേയ്സിലേക്ക്. ഇപ്പൊ പിന്നെ അത് സംസാരങ്ങൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ സംസാരമുണ്ട് അതിനെ തിരിച്ച് 25%ലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പൊ അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം വാണിജ്യ രംഗത്ത് ഒന്നടങ്കം ഇവിടുത്തെ ചെറുകിട ബിസിനസ് ഉൾപ്പെടെ ലോകമാകമാനമുള്ള എല്ലാ ബിസിനസ്സുകാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു ടാരിഫ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടെമ്പററി ആയിട്ട് ഒരു റിലീഫ് കിട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ലീഗലി അത് ഇൻകറക്റ്റ് ആയിരിക്കും. കാരണം അതിനേക്കാൾ ഉപരി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു റിലീഫ് അല്ല, ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിലേക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആഡ് ചെയ്തു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ വിമർശകനായിരുന്ന ഇലോൺ മസ്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ചെലവ് നിയന്ത്രണമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡോജ് ഉണ്ടാക്കിയതും ഡോജിലേക്ക് ഇലോൺ മസ്ക് വരുന്നതുമൊക്കെ. ആ ടീം ട്രംപിൽ നിന്ന് ഇലോൺ മസ്ക് ഇറങ്ങുകയാണ്. കാലാവധി തീർന്നു എന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും ട്രംപുമായി ഇങ്ങനെ യോജിച്ച് പോകാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലുള്ള ഇറക്കമായി വേണ്ട അതിനെ കാണാൻ. ട്രംപുമായിട്ടുള്ള ഹണിമൂൺ ഇലോൺ മസ്കിന്റെ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു വസ്തുത. അത് എങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് എക്സിറ്റിലേക്ക് വരും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നത്. അത് ഈ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ US കോൺഗ്രസിൽ ഇവിടുത്തെ ബജറ്റ് പാസ്സാക്കുകയുണ്ടായി. ഏകദേശം 30 ട്രില്യൺ ഡെഫിഷ്യറ്റ് അമേരിക്കൻ ബജറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോഡ്ജ് ഉണ്ടാക്കിയത് തന്നെ, ഇലോൺ മസ്കിനെ അതിന്റെ ഇൻചാർജ് ആക്കിയത് തന്നെ. അപ്പൊ അത് ഇവിടെ പലയിടത്തും പല മേഖലകളിലും കത്തിവെച്ച് ആ ഒരു ഡെഫിഷ്യറ്റ് കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, ആ കട്ടുകളൊന്നും ബില്യൺസോ ട്രില്യൺസോ ഒന്നും അല്ലായിരുന്നു, മില്യൺസ് മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. എന്നാൽ അതിന്
ടോട്ടലി വിപരീതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെ പറയാൻ പറ്റും, പോളിസിയുടെ കാര്യത്തിൽ ട്രംപ് എടുത്തത്. കാരണം ആ ബഡ്ജറ്റ് പാസ്സാക്കിയതിനകത്ത് 30 ട്രില്യന് 33.5, അതായത് 3.5 ട്രില്യനും കൂടെ ഡെഫിഷ്യറ്റ് കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു ബജറ്റാണ് US കോൺഗ്രസിൽ ഇപ്പോൾ പാസ്സാക്കി വെച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സെനറ്റിലൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ, ആ ഒരു രൂപത്തിലും ഭാവത്തിലും പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇക്കണോമി അല്ലെങ്കിൽ അമേരിക്കൻ ട്രേഡ് ഡെഫിഷ്യൻസി 30 ട്രില്യനിൽ നിന്നും 33.5 ട്രില്യനിലേക്ക് ഉയരുകയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മസ്ക് അത് പബ്ലിക്കലി തന്നെ എക്സിൽ കുറിച്ചു. ഇതൊരു ശരിയായ പോളിസി അല്ല, ഈ അഡ്മിനിസ്ട്രേഷന്റെ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ പറയുകയും അതോടൊപ്പം അദ്ദേഹം ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ട്രംപിനെ ചെറിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ല. എന്നാൽ ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. 2016 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ഇലോൺ മസ്കിനെ പോലെ തന്നെ വളരെ പ്രാഗൽഭ്യരായിട്ടുള്ള പ്രൈവറ്റ് ഇക്കണോമിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ്സിലുള്ള ലീഡേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ ഹണിമൂണൊക്കെ 3 മാസമോ 6 മാസമോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ഹണിമൂൺ തീരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതേ ഒരു ട്രാക്കിലേക്കാണ് ഈ ഒരു പോയിന്റിൽ പോകുന്നത്. കാരണം ട്രംപിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ചില ലീഡിംഗ് ബിസിനസ് മാഗ്നറ്റുകൾ, ഇലോൺ മസ്ക് മാത്രമല്ല, ഇലോൺ മസ്കിനെ പോലെയുള്ള മറ്റു ചില സീനിയർ അഡ്വൈസേഴ്സും ഈ ടാരിഫിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ട്രംപിനെ സപ്പോർട്ട് ചെയ്താലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫെഡറൽ ഡെഫിഷ്യറ്റിന്റെ കാര്യത്തിനകത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ പോളിസികൾ കോൺട്രഡിക്ടറി ആണ് എന്നുള്ളതാണ് അവരുടെയും അഭിപ്രായം. ഡോക്ടർ സജിമോൻ ആന്റണി ഇത്ര വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഇന്ന് 2 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് അമേരിക്കയിലുള്ളത്. ഒന്ന് ഫെഡറൽ കോടതിയുടെ വിമർശനമാണ്, അതൊരു ലീഗൽ ബാറ്റലിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം ഡോജിൽ നിന്നും ഇറങ്ങുകയാണ് ഇലോൺ മസ്ക്. ഇനി ട്രംപിൻ്റെ ഒപ്പം ഇലോൺ മസ്ക് ഇല്ല ആ ഭരണ ടീമിൽ എന്നതാണ് വസ്തുത. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. മെയ് 13 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസ് കമാൻഡർ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. സിൻവാറിന് പുറമെ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ 1 ഡസനോളം സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകുന്ന വിശദീകരണം. חיסלנו עשרות אלפי מחבלים, חיסלנו את דף הנייה יחיא סנואר ומוחמד סנואר. നേരത്തെ സിൻവാറിന്റെ മൃതദേഹം ഖാൻ യൂനിസിലെ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്ന് സിൻവാറിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും സിൻവാറിന്റെയും ഷബാനയുടെയും മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ഇസ്രായേൽ വധിച്ച മുൻ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ഹമാസിന്റെ മിലിറ്ററി കമാൻഡറായ മുഹമ്മദ് സിൻവാർ. ഗാസയിൽ ഹമാസിന്റെ നേതൃനിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ നേതാവുമായിരുന്നു മുഹമ്മദ് സിൻവാർ. ഭൂമിക്കടിയിൽ സജ്ജീകരിച്ചിരുന്ന പ്രത്യേക ഇടത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ ഉണ്ടായിരുന്നത്. ഹമാസ് യുദ്ധം നിയന്ത്രിക്കുന്നതിനായി സർവ്വസജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന ഭൂഗർഭ നിലയിലായിരുന്നു ഇത്. ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേലി സൈന്യം ഈ സ്ഥലം തകർത്തത്. കഴിഞ്ഞ ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടത്. പിന്നീട് കഴിഞ്ഞ ജൂലൈയിലാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ചുമതല മുഹമ്മദ് സിൻവാർ ഏറ്റെടുത്തത്. 2006 ഹമാസിനു വേണ്ടി ഇസ്രായേൽ സൈനികനായ ഗിലാദ് യഷിലിദിനെ സിൻവാർ തട്ടിക്കൊണ്ടുപോയതോടെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. 1990കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രായേലിലും 3 വർഷം റമല്ലയിലും തടവിൽ പാർപ്പിച്ചിരുന്നു. 2000 സിൻവാർ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശശി തരൂരും കോൺഗ്രസും വീണ്ടും നേർക്കുനേർ വരികയാണ്. 2016 മിന്നൽ ആക്രമണത്തിലാണ് ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ കടന്നതെന്ന് തരൂർ പാനമയിൽ നടത്തിയ പരാമർശമാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. തരൂരിനെ BJP സൂപ്പർ വക്താവാക്കണമെന്ന കടുത്ത വിമർശനമാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് നടത്തിയത്. തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ രംഗത്ത് വന്നു. When for the first time India breached the line of control between India and Pakistan to conduct a surgical strike on a terror base, a launch pad, the Uri strike in September 2015, that was already something we had not done before. Even during the Kargil war, we had not crossed the line of control. In Uri we did. Then came the attack in Pulwama in January 2019.
This time we crossed not only the line of control, we crossed the international border and we struck a terrorist headquarters in Balakot. This time we have gone beyond both of those. We have not only gone beyond the line of control and the international border, we have struck at the Punjabi heartland of Pakistan by hitting terror bases, training centers, terror headquarters. शशि थरूर जी बीजेपी के सुपर प्रवक्ता हैं, जो बीजेपी के लोग नहीं कह पा रहे हैं। मोदी जी की चमचागिरी या मोदी जी का गुणगान जितना वो नहीं कर पा रहे हैं, और बीजेपी के लोग उससे ज़्यादा शशि थरूर कर रहे हैं। शशि थरूर को पता है कि पहले की सरकारों ने क्या किया। पहले की सरकारें ढोल नहीं पीटती थी, तो उसमें शशि थरूर ये जो पब्लिसिटी स्टंट है भारतीय जनता पार्टी का, उसके इस समय प्रवक्ता बन गए। വിവരങ്ങളുമായി ആർ രാഗേഷ്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, രാജ്യത്തിന്റെ പ്രതിനിധിയായി, സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ പാനമ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ തരൂർ സന്ദർശനം നടത്തുന്നു, പര്യടനം നടത്തുന്നു. സ്വാഭാവികമായി ആ തരത്തിലുള്ള പരാമർശങ്ങളായിരിക്കും തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ കോൺഗ്രസ് ഈ അപ്പോയിന്റ്മെന്റ് തൊട്ട് കോൺഗ്രസിനുള്ള അതൃപ്തി അതിപ്പോൾ ഈ പരാമർശങ്ങളിലൂടെയൊക്കെ കൂടുതൽ രൂക്ഷമാവുകയാണ്. അതെ ശ്രീജ, കോൺഗ്രസും ഒപ്പം തന്നെ ശശി തരൂരും തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരികയാണ് എന്ന് തന്നെ പറയാം. അതിപ്പോൾ പല കാര്യങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല ശശി തരൂർ സ്വീകരിച്ചിരുന്നത്. അതിൽ തരൂരിനോട് കടുത്ത വിയോജിപ്പ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ സംഘത്തിലെ പ്രതിനിധിയായി തരൂരിനെ നിയോഗിച്ചതിൽ പോലും വലിയ വിയോജിപ്പ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ കേന്ദ്രം നിയോഗിച്ച പിന്നാലെയാണ് ഈ പട്ടികയൊക്കെ തന്നെ പുറത്തുവിട്ടത്. ഇപ്പോൾ തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം രണ്ടാമത്തെ രാജ്യം, അവർ ആദ്യം ഗയാന സന്ദർശിച്ചു, അതിനുശേഷം പാനമ സന്ദർശിക്കുകയാണ്. അവിടെ നടത്തിയ പ്രസംഗത്തിലാണ് തരൂർ ഇക്കാര്യം സൂചിപ്പിച്ചത്, പ്രത്യേകിച്ച് സൈനിക നടപടി സൂചിപ്പിച്ചത്. അതിനിടയിലാണ് ഇന്ത്യ ആദ്യമായി ഇന്ത്യയുടെ ശൈലിയിൽ തന്നെ മാറ്റം വന്നു, അത് ഭീകരർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതിനൊരു തുടർച്ചയായാണ് അദ്ദേഹം പറഞ്ഞത് 2016 ഉറി ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ആണ് ഇന്ത്യ ആദ്യമായി നിയന്ത്രണരേഖ കടന്നത്. കാർഗിൽ യുദ്ധസമയത്ത് പോലും അത്തരമൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്ട്രാറ്റജി ഇന്ത്യയുടെ മാറിയിരിക്കുന്നു എന്നാണ് തരൂർ സൂചിപ്പിച്ചത്. അതിനുള്ള മറുപടിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഏതായാലും കടുത്ത വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മുൻ എംപിയും വക്താവുമൊക്കെയായ ഉദിത് രാജ് തന്നെയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. അതായത് തരൂരിനെ സൂപ്പർ PM ആക്കണം എന്ന പ്രതികരണമാണ് ഉദിത് രാജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം കോൺഗ്രസിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള മിന്നലാക്രമണങ്ങൾ അതിനൊരു പബ്ലിസിറ്റി കോൺഗ്രസ് നൽകാത്തതാണ്, മറിച്ച് കോൺഗ്രസും ഇത്തരം മിന്നലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിർത്തി കടന്നിട്ടുണ്ട് എന്നാണ് ഉദിത് രാജ് സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം 65-ലെ യുദ്ധത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലാഹോർ റീജിയനിലടക്കം ഇന്ത്യൻ സൈന്യം പ്രവേശിച്ചിരുന്നു എന്നാണ് ഉദിത് രാജ് പറയുന്നത്. 71-ൽ പാകിസ്ഥാനെ രണ്ടാക്കിയ കാര്യവും തരൂർ മറക്കരുത് എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. ഇതിനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉദിത് രാജ് ആദ്യം എക്സിലാണ് ഈ കാര്യം പറയുന്നത്, പിന്നീട് അദ്ദേഹം വാർത്താ ഏജൻസിക്ക് ബൈറ്റ് നൽകി, അതിനുശേഷം അക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഉദിത് രാജ്. അതിനെ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് പവൻ ഖേര അടക്കമുള്ള നേതാക്കളും രംഗത്ത് വരികയാണ്. അങ്ങനെ കടുത്ത വിമർശനം തരൂരിനെതിരെ ഒന്നടങ്കം കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് കാണാം. ഏതായാലും തീർച്ചയായും തരൂരും കോൺഗ്രസും ഒട്ടും സുഖത്തിലല്ല, കൂടുതൽ ഭിന്നതയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ കിരൺ റിജിജു പാർലമെന്ററി കാര്യ മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ തരൂരിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ നടപടിയാണ് ചോദ്യം ചെയ്തത്. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തെ ഒരു സംഘം സന്ദർശിക്കുന്നു, അവിടെ ഇന്ത്യക്കെതിരെ സംസാരിക്കണോ, പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കണോ എന്ന ചോദ്യമാണ് കിരൺ റിജിജു ചോദിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയമായ നിരാശയ്ക്കൊരു പരിധിയുണ്ട് എന്ന വിമർശനം കൂടി കിരൺ റിജിജു ഈ ഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ച് പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയും തരൂരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. രൂക്ഷമായ വിമർശനമാണ് ഉദിത് രാജും പവൻ ഖേരയും ഒക്കെ ഇപ്പോൾ തരൂരിനെതിരെ ഉന്നയിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. IPLന്റെ 18ാം സീസണിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഒന്നാം ക്വാളിഫയറിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇന്ന് ഏറ്റുമുട്ടും. ഇതിൽ ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കാം. അതായത് ആദ്യത്തെ ഫൈനലിസ്റ്റിന് ഇന്ന് അറിയാം. രാത്രി 7:30 ഒന്നാം ക്വാളിഫയർ. നാളെ നടക്കുന്ന എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.
പുത്തൻ ഛിന്നഗ്രഹമായ 2025 JR ഇന്ന് ഭൂമിയുടെ വളരെ അടുത്തുകൂടി കടന്നു പോകും. ഛിന്നഗ്രഹം ഇന്ത്യൻ സമയം രാവിലെ 8:40, അതായത് 35 മിനിറ്റ് കഴിയുമ്പോൾ ഭൂമിക്കരികിലൂടെ കടന്നു പോകും. 25 നില കെട്ടിടത്തിന്റെ വലുപ്പമാണ് ഈ ഛിന്നഗ്രഹത്തിനുള്ളത്. 4.6 ദശലക്ഷം കിലോമീറ്റർ അകലത്തിൽ ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി അകലത്തിൽ കടന്നു പോകുമെങ്കിലും സാമീപ്യം അസാധാരണമാം വിധം അടുത്താണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയില്ലെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകാം. തിരുവനന്തപുരം സ്വദേശിയായ ജോയിയുടെ പിറന്നാളാണിന്ന്. ജോയ്ക്ക് ആശംസകൾ അറിയിക്കുന്ന ഭാര്യ മഞ്ജു, മക്കളായ ജാസ്മിൻ, അക്സ എന്നിവരാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ജോയ്ക്ക്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ രാംകുമാർ, ഞങ്ങളൊക്കെ രാമു എന്ന് വിളിക്കും. രാമുവിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ ആശംസ അറിയിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം താമസിച്ചാണെങ്കിലും വളരെ ലേറ്റസ്റ്റായ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ രാമു. ഇന്നലെയാണ് രാമുവിൻ്റെ പിറന്നാളെങ്കിൽ ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്, ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയിലാണ്. സാരംഗിന് വെരി ഹാപ്പി ബർത്ത്ഡേ. ശരി, അപ്പോൾ നമുക്ക് തൽക്കാലം രാവിലെയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാം. ഇടവേളയിൽ കാണാം പോലീസ് പെട്രോൾ.